അപ്പോൾ ആ സ്ത്രീ വേറൊരു സ്ത്രീയെ തലമുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു മറ്റേനകത്തും ഞാൻ കണ്ടു. ഇതേ സമയത്ത് ഞങ്ങൾ എല്ലാവരും കണ്ടത് ഒരേ സമയത്ത്. Oh my God. അതിനെന്താ എക്സ്പ്ലനേഷൻ? പക്ഷെ ഞാൻ കണ്ടത് ഞാൻ വളരെ ഭയങ്കരമായിട്ട് പേടിച്ചൊരു രൂപമാണത്. കാരണം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഫുൾ മുടിയൊക്കെ കഴിച്ചിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. നമസ്കാരം. സംയുക്ത വർമ്മയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മാതൃകാ ദമ്പതികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതായത് സംയുക്ത വർമ്മയും ബിജു മേനോൻ. അവരുടെ ആ ഒരു പിന്നീട് ദാമ്പത്തിക ജീവിതം വളരെ എല്ലാവർക്കും ഒരു എന്താ പഠിക്കാനുള്ളതാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയും കൂടിയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവരൊരു പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സംയുക്ത വർമ്മ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്, തനിക്കുണ്ടായ ഒരു പ്രേതാനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു, അതായത് തനിക്ക് മാത്രമല്ല ഒരേ സ്വപ്നം ഒരേ റൂമിലുള്ള അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരെല്ലാവരും ഒരേ സ്വപ്നം കണ്ടു എന്ന് സംയുക്ത വർമ്മയെ പോലുള്ള ഒരു നടി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും കൂടി ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതാണ്, അതിനെക്കുറിച്ചാണ് വീഡിയോ. അതുപോലെ ആ ഒരു ചാനലിൽ പോയി ആ ഒരു പോഡ്കാസ്റ്റ് കാണുക. ഇതിനകത്ത് ഇപ്പം യോഗ പരിശീലനം അതൊക്കെയാണ്, ആ യോഗ ചെയ്തപ്പോഴുണ്ടായ മാറ്റങ്ങൾ, യോഗയുടെ ഗുണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദീകരിച്ച് അതിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ബോറടിക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്ന ഒരു പോഡ്കാസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സംയുക്ത വർമ്മ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വിദേശത്ത് പോയപ്പോൾ, ഇതിപ്പോൾ ഈ യോഗയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായ ഞെട്ടിക്കുന്ന ഒരു അനുഭവം മറ്റാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കിതെന്തോ ഇതെന്തോ ഇങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ തോന്നി. പക്ഷേ സംയുക്ത വർമ്മ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് അതൊരു കള്ളമാണ് എന്ന് പറയാൻ പാടില്ല. കാരണം അവർ മാത്രമല്ല, ഒരേ സ്വപ്നം ഒരു 4-5 പേര് ഒരുപോലെ കാണുക എന്ന് പറയുന്നത് കുറച്ചൊത്തിരി സീനാണ്. നമുക്ക് ആ ഒരു സാധനം ഒന്ന് കേൾക്കാം. രമേശ് ഷെട്ടിയുടെ ക്ലാസ്സിൽ, മൈസൂർ രമേശ് സാറിൻ്റെ ക്ലാസ്സിൽ ഞാനുണ്ട്, എൻ്റെ കൂട്ടത്തിലൊരു കനേഡിയൻ ഉണ്ട്, പിന്നെ ഒരു അമേരിക്കൻ ലേഡി, വേറൊരു ലേഡി ഉണ്ടായിരുന്നു, ഒരു ഗ്രീക്ക് ഗേൾ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരു കന്നഡിക, ഒരു തമിഴ് ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഞങ്ങളെ എല്ലാവരും കൂടി ഒരു 7-8 പേരോ 12 പേരോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് മാഷ് പറഞ്ഞു ഇവിടെ നോൺ വെജ് ശാലയിൽ കഴിക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് സാറ്റർഡേ ആണ്, ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പം ഞങ്ങൾ എല്ലാവരും പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ പുറമേ വന്നിട്ടുള്ള പുറം നാട്ടുകാരികൾക്ക് കുറച്ച് നോൺ വെജ് ഒക്കെ കഴിക്കണം എന്ന്, ഞങ്ങളെല്ലാവരും കഴിക്കുന്നവരാണ്. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു. ഓക്കെ, ഇത് പറഞ്ഞത് മൈസൂരിൽ വെച്ച് യോഗ പരിശീലനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറേ പേരുണ്ടായിരുന്നു. ഒരു മലയാളി, പിന്നെ അങ്ങനെ പല രാജ്യത്തു നിന്നുള്ള പല ഭാഷകൾ അറിയാവുന്ന ഒരു 10-12ഓളം പേരുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു സാറ്റർഡേ ആയിരുന്നു, ലാസ്റ്റ് ദിവസമായിരുന്നു. അന്ന് ഇവരുടെ ഗുരു ഇവരുടെ പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യരുത്, ഈ പറയുന്ന നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിസ്സയിലറിയില്ല, ചെറിയൊരു നോൺ വെജ് കാണും. പിസ്സ വന്ന് എല്ലാവരും കഴിച്ചു. അതിന് ശേഷം ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് സംയുക്ത വർമ്മ പറയുന്നത്. എല്ലാവരും കഴിച്ചു. അപ്പൊ പിസ്സയിൽ ഉള്ള അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കഴിച്ചു. അത് കഴിക്കാൻ പാടില്ലാത്തതാണ്, ഈ മൈദ, ചീസ് അങ്ങനത്തെ ഒന്നും ആ സമയത്ത് കഴിക്കരുത്. അത്രയും പ്രാക്ടീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടൈം. പക്ഷെ അന്ന് നൈറ്റ് ഞങ്ങൾ എല്ലാവരും ഒരേ ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം ആ ശാലയിൽ ഞങ്ങൾ കണ്ടു. അതെനിക്ക് വളരെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങളൊക്കെ കണ്ടത് ഒരു ലോങ് ഹെയർ ഉള്ള ഒരു സ്ത്രീ. മനസ്സിലായോ? അതായത് ഇവർ ഈ പിസ്സ കഴിക്കുന്നു, പിസ്സ കഴിച്ചതിന് ഇവർ പല റൂമിലാണ്. പക്ഷേ അന്ന് രാത്രി എല്ലാവരും ഒരേ ഒരു സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അതായത് ലോങ് ഹെയർ ഉള്ള, മുടി നല്ല നീളമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം സംയുക്ത വർമ്മ മാത്രമല്ല ഇവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും കണ്ടു എന്നാണ് സംയുക്ത വർമ്മ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ വേറൊരു സ്ത്രീയെ തലമുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടി വിചാരിച്ചു സംയുക്തയാണ് അത് വിചാരിച്ചു. അപ്പോൾ സംയുക്ത എന്താ രാത്രി ഇങ്ങനെ ശാലയുടെ ഹാളിൽ എങ്ങോട്ടും ഇങ്ങനെ നടക്കണേ എന്ന് ഈ കുട്ടി വിചാരിച്ചു എന്ന്. എന്നിട്ട് വിളിച്ചു എന്ന് എൻ്റെ പേര്. അപ്പോൾ ബ്ലാക്ക് ഹെയർ കണ്ടുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ വിചാരിച്ചത്. വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പം എന്താ പറയുക, സ്കിന്നൊന്നുമില്ല, മാംസമൊന്നുമില്ല, പിന്നെ പകുതി സ്കള്ളും പകുതി എന്തോ കണ്ണും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. മനസ്സിലായോ? അതായത് ഈ ഒരു സ്വപ്നം തന്നെ എല്ലാവരും കാണുന്നു.
അതുപോലെ ഇത് കണ്ടതിൻ്റെ ഒരു കറുത്ത മുടിയുള്ള വളരെ മുടി നീളമുള്ള ഒരു സ്ത്രീയെയാണ് ഇവരൊക്കെ കാണുന്നത്. അതിനോടൊപ്പം ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയെ തലമുടി ചുറ്റി വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. ഓക്കെ, ഒരു കനേഡിയക്കാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു സംയുക്ത വർമ്മയാണെന്ന് കരുതി വിളിച്ചു. സംയുക്ത വർമ്മ എന്തിനാണ് ഈ രാത്രി ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് വിളിച്ചപ്പോൾ ഈ പറയുന്ന സ്ത്രീ തിരിഞ്ഞു നോക്കുന്നു. ഇന്നപ്പോൾ പകുതി മാംസമൊന്നും ഇല്ലാത്തൊരു ഭാഗവും അങ്ങനെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം ഈ കനേഡിയൻ കാര്യം കണ്ടു. ഇവിടെ ഞെട്ടിക്കുന്നത് മറ്റൊന്നുമല്ല, ഇതേ സ്വപ്നം തന്നെ അവിടെയുള്ള മറ്റു പലരും, അതായത് ഇവരുടെ സുഹൃത്തുക്കളെല്ലാം കണ്ടു എന്നുള്ളതാണ്. ബാക്കി കേൾക്കാം. അപ്പോൾ ആ കുട്ടിക്ക് വല്ലാണ്ട് പേടിയായി. ഈ കൂടെ ഒരു സ്ത്രീയെ ഇങ്ങനെ മുടി ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെയും പകുതിയില്ല. ഒരു ഹൊറർ മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഞാനത് അപ്പൊ അങ്ങനെ ഈ കുട്ടി പറഞ്ഞു, ഇതേപോലെ തന്നെ ഒരു രൂപം ആ കുട്ടിയുടെ റൂംമേറ്റും കണ്ടു. ഇത് തന്നെ ഇതേപോലത്തെ ഒരു കറുത്ത തലമുടി ഇങ്ങനെ അഴിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ എൻ്റെ മറ്റേ ഫ്രണ്ടും കണ്ടു. ആ ഒരു പയ്യനായിരുന്നു. ആ പയ്യൻ പറഞ്ഞു സംയുക്ത നടക്കണ മാതിരി എനിക്ക് തോന്നി, പക്ഷെ സംയുക്ത അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് പനിയായി എന്തായാലും. അപ്പോൾ ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ സുഹൃത്ത്, സംയുക്തയുടെ സുഹൃത്ത്, പിന്നെ അതൊരു പയ്യൻ, അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത് ഈ മുടി അഴിച്ചിട്ട അല്ല ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് സംയുക്തയാണോ എന്നാണ് എല്ലാവർക്കും ഫീൽ ആയത്. ഇത് ഞെട്ടിക്കുന്ന മറ്റൊരു കേസാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം സംയുക്ത വർമ്മയും ഇത് കണ്ടു. അത് നിങ്ങളൊന്ന് കേൾക്കണം, അതെന്താണ് പറയുന്നതെന്ന്. രാത്രി പനിച്ചു. എൻ്റെ റൂമിനകത്തും ഞാൻ കണ്ടു ഇതേ സമയത്ത്. ഞങ്ങൾ എല്ലാവരും കണ്ടത് ഒരേ സമയത്ത്. Oh my God. അതിന് എന്താ എക്സ്പ്ലനേഷൻ? പക്ഷെ ഞാൻ കണ്ടത് ഞാൻ വളരെ ഭയങ്കരമായിട്ട് പേടിച്ചൊരു രൂപമാണിത്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഫുൾ മുടിയൊക്കെ കഴിച്ചിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഞാൻ കണ്ണാടിയാണോ അതെനിക്ക് തോന്നണതാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടു എൻ്റെ അതേ രൂപത്തിലൊരു എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നണത് ഓക്കെ, അതായത് ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരെല്ലാവരും പറഞ്ഞു സംയുക്ത വർമ്മയെ പോലെയാണ് കണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ സംയുക്ത വർമ്മയും അതേ സമയത്ത് ഇതേ സ്വപ്നം കാണുന്നുണ്ട്. അതിനകത്ത് സംയുക്ത വർമ്മേനെ പറഞ്ഞു എന്നെ പോലെയുള്ള രൂപം മുടി അഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ണാടിയിൽ നോക്കുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ടായി. ഞാൻ ഒരുപാട് പേടിച്ചു പോയ ഒരു സംഭവമാണ്. കാരണം ആരായാലും പേടി, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടി വരുന്നുണ്ട്. കാരണം എല്ലാവരും ഒരേ രീതിയിലുള്ള സ്വപ്നം കാണുക, അവർക്ക് എല്ലാവർക്കും അത് സംയുക്ത വർമ്മയാണെന്ന് തോന്നുക, മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ തലമുടി പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണെന്ന് തോന്നുക, അത് സംയുക്ത വർമ്മയ്ക്കും അങ്ങനെ ഫീൽ ചെയ്യുക, ഓരോരുത്തരും പനി വരിക, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, നമുക്കും പേടി വരുന്നു എന്നുള്ളതാണ്. ഇതിനൊരു എക്സ്പ്ലനേഷൻ സംയുക്ത വർമ്മ എന്നെ പറയുന്നുണ്ട്, കേൾക്കാം. പിസ്സ പോലെയുള്ള ഭക്ഷണങ്ങൾ വളരെ ജങ്ക് ഫുഡാണ്. അപ്പം ഇത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും വയറിന് പ്രോബ്ലം, ഈ വയറെന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഗ്യാസ് കയറിയാലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ സ്വപ്നങ്ങൾ കാണും. ഞങ്ങളെല്ലാവരും ഇത് കണ്ടു. അപ്പൊ ഗുരു എന്താ പറഞ്ഞത് ഇത് കേട്ടിട്ട്? ഞങ്ങളാരും പറഞ്ഞില്ല. കാരണം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് കഴിച്ചു എന്നുള്ളത്. കഴിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ മാഷ് പോയത്. ഞങ്ങൾ രാത്രി ഒരു 7 മണി 8 മണി സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിസ്സയാണെങ്കിൽ വെജിറ്റേറിയൻസിനും കഴിക്കാം, നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം എന്നൊക്കെ വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ഏതായാലും ഞങ്ങൾക്ക് ആർക്കും പിടിച്ചില്ല. അതുകൊണ്ടായിരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇമാജിനേഷനും കുറച്ച് കൂടും. ഓക്കെ, ഇതിന് സംയുക്ത വർമ്മ പറയുന്ന ഒരു വിശദീകരണം മറ്റൊന്നുമല്ല, ഈ പിസ്സ ഒക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് വരും, അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുമെന്നുള്ളതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തകൾ വരും, ചിലപ്പോൾ സ്വപ്നം കാണും എന്നൊക്കെ നമുക്ക് വിചാരിക്കും. പക്ഷെ എല്ലാവരും ഒരേ സ്വപ്നം തന്നെ എങ്ങനെ കണ്ടു എന്നുള്ളതിനൊരു വിശദീകരണമില്ല. നമ്മളിപ്പോൾ പിസ്സ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് കയറുമ്പോൾ അല്ലെങ്കിൽ പിസ്സ കഴിക്കുമ്പോൾ സംയുക്ത വർമ്മ എന്ന് പറയുന്ന പല ചിന്തകളും, പിന്നെ ഇമാജിനേഷൻ നമുക്ക് കൂടുമെന്നുള്ളത്. ഇമാജിനേഷൻ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ. സ്വപ്നം കാണും, അല്ലെങ്കിൽ ഭയാനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണും, അതൊക്കെ നമ്മൾ സമ്മതിക്കാം. പക്ഷേ ഒരേ സ്വപ്നം എങ്ങനെയാണ് എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് എനിക്ക് പല കാര്യങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇത്. ചിലതിനൊന്നും നമുക്ക് ആൻസർ ഇല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ സ്വപ്നം കാണുന്നു. എല്ലാവരും കാണുന്നത് സംയുക്ത വർമ്മ തന്നെയാണ്, മുടിയൊക്കെ അഴിച്ചിട്ട് സംയുക്ത വർമ്മയുടെ രൂപമാണെന്ന് പറഞ്ഞു. പലർക്കും പനിയായിരുന്നു. സംയുക്ത വർമ്മയും തന്നെ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ തന്നെ അതേ രൂപം മുടിയൊക്കെ അഴിച്ചിട്ട് തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതായിട്ട് തോന്നി, എനിക്കും ഭയങ്കര പേടിച്ച, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം നമുക്കും വണ്ടടിച്ചിരിക്കുന്നത്. ഇതിനെന്ത് ഉത്തരമാണ്, എന്താണ് നമുക്ക് ഒരു ശാസ്ത്രീയമായിട്ട്
നമുക്ക് എന്താണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത് വെച്ചാൽ എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതൊരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളാൻ പറ്റത്തില്ല. ചില കേസുകളൊക്കെ ഇവിടെ തന്നെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ നമുക്ക് ഒരേ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, സംയുക്ത വർമ്മ പറയുന്നത് കള്ളമാണ് എന്ന് നമുക്ക് വിധി എഴുതേണ്ടി വരും. സംയുക്ത വർമ്മയും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു ഇതൊരു കഥയാണ്, ഒരു ഹുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണ്, ഇത് ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റോറിയാണെന്ന് പറഞ്ഞു മാത്രമേ നമുക്കിതിനെ ഒഴിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനെ ഒരു പ്രത്യേക എന്താണ് ഒരു ഉത്തരം എനിക്കില്ല. കാരണം ഒരാൾ മാത്രമല്ല, ഒരു 5-6 പേര് ഒരേ സ്വപ്നം ഒരേ സമയത്ത് കാണുക എന്ന് പറഞ്ഞാൽ സംതിങ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക. എന്തായിരിക്കും നിങ്ങളുടെ വിശദീകരണം? നമുക്ക് ഇവിടെ കാണാം.